This is Ranjit. Namaste to everyone. Today we are going to understand a simple but very deep spiritual teaching by MSCKS. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ലളിതമായിട്ടും അതിവിശിഷ്ടവുമായ ഒരു ആത്മീയ ഉപദേശം മനസ്സിലാക്കാം. Spiritual practitioners or disciples should have their hands reaching out to heaven. This means their mind and heart should always stay connected to higher guidance, to divine wisdom and to spiritual light. ആത്മീയ അഭ്യാസികളുടെ കൈകൾ സ്വർഗത്തേക്കായി ഉയർന്നിരിക്കണം. അതായത് അവരുടെ മനസ്സും ഹൃദയവും എപ്പോഴും ഉന്നത മാർഗദർശനത്തോടും ദൈവിക ജ്ഞാനത്തോടും ആത്മീയ പ്രകാശത്തോടും ബന്ധിപ്പിക്കപ്പെട്ടിരിക്കണം. But their feet should be firmly rooted to the earth. This means that even though you are spiritual, you must be practical. You must be grounded. You must live in the real world responsibly. പക്ഷേ കാൽ ഉറച്ച നിലയിൽ ഭൂമിയിലായിരിക്കണം. അതായത് നിങ്ങൾ ആത്മീയ പരിശീലകനായാലും പ്രായോഗികത നഷ്ടപ്പെടുത്തരുത്. നിലത്ത് ഉറച്ചു നിൽക്കുന്ന മനസ്സോടെ ജീവിതത്തെ ഉത്തരവാദിത്തത്തോടെ തന്നെ നേരിടണം. Spirituality does not mean escaping life. It means having inner light while still working, helping, serving and taking responsible actions. ആത്മീയത എന്നത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടലല്ല. അകത്തുള്ള പ്രകാശത്തോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുകയും സേവിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുകയും വേണം. A spiritual person must be able to produce real physical results in life, whether in family, work, health or service. ഒരു ആത്മീയ വ്യക്തിക്ക് ജീവിതത്തിൽ യഥാർത്ഥമായ ഫലങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. കുടുംബത്തിലും ജോലിയിലും ആരോഗ്യത്തിലും സേവനത്തിലും. So remember, your hand must be lifted to heaven, but your feet must stand firmly on earth. This is true spiritual balance. അതിനാൽ ഓർമ്മിക്കൂ, നിങ്ങളുടെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കണം, പക്ഷെ കാലുകൾ ഭൂമിയിൽ ഉറച്ചു നിൽക്കണം. ഇതാണ് യഥാർത്ഥ ആത്മീയമായ സമതുലിതം. Thank you for listening. May you grow in both spirituality and practicality. എന്നെ കേട്ടതിന് നന്ദി. ആത്മീയതയിലും പ്രായോഗിക ജീവിതത്തിലും നിങ്ങൾ ഉയരട്ടെ. With the blessings of MSCKS and Ma Charlotte. Thank you. Namaste.